കർത്താവിന്റെ വിലയേറിയ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. റോമലേഖനത്തിന്റെ പഠനത്തിൽ ധാരാളം പേര് താല്പര്യം കാണിക്കുന്നുണ്ട്. ഇത് റെക്കോർഡ് ചെയ്തിടുന്നത് കേൾക്കുന്നവരുമുണ്ട്. ചിലരൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അവര് താല്പര്യം കണ്ടപ്പോൾ അവർ തന്നെ വെളിപ്പെടുത്തി ഞങ്ങൾ ഇത് വെച്ച് പഠിക്കുന്നുണ്ട്. അത് ദൈവമഹത്വത്തിനായി ഞാൻ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ഈ പഠനം നമ്മളെ ഇപ്പോൾ കേൾക്കുന്നവർ മാത്രമല്ല, അല്ലാതെയും പലരും അത് കേൾക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. ഓരോ ക്ലാസ്സിനു വേണ്ടി കാത്തിരിക്കുന്ന പലരെയും കാണാനായിട്ട് സാധിച്ചു. ദൈവത്തിനെല്ലാം മഹത്വം കരയട്ടെ. വളരെ വിശ്വസ്തയോടെ ബൈബിളിലെ പുതിയ നിയമത്തിലെ ഏറ്റവും ഉപദേശപരമായി പഠിക്കേണ്ട കാതലായ ഈ പുസ്തകം തുറന്ന മനസ്സോടെ ആത്മാർത്ഥമായി ആത്മാവിന്റെ സഹായത്താൽ നമുക്ക് അത് പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മൾ കണ്ടു, റോമലേഖനം ആദ്യത്തെ അധ്യായങ്ങളിൽ നമ്മൾ കണ്ടു ഇത് സിസ്റ്റമാറ്റിക്, അതായത് വളരെ അടുക്കും ചിട്ടയോടും കൂടെ പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമാണ്. അതായത് തിയോളജി, അതായത് വേദശാസ്ത്രം അടുക്കും ചിട്ടയോടും കൂടെ പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രന്ഥമാണെന്ന് കണ്ടു. പൗലോസ് ആദ്യം കൊണ്ടുവരുന്നത് ഒരു മനുഷ്യവർഗം എല്ലാം ഒരുപോലെ ദൈവത്തിന്റെ മുമ്പിൽ, വിശുദ്ധനായ ദൈവത്തിന്റെ മുന്നിൽ അവർ പാപികളാണെന്നും ന്യായവിധിക്ക് അവർ യോഗ്യരാണെന്നും അവർ തന്നെയാണ് ആ ന്യായവിധിക്ക് യോഗ്യരായി മാറിയത്. ആദം പാപം ചെയ്ത് ആദം കുറ്റക്കാരനായി തീർന്ന പോലെ തന്നെ മനുഷ്യവർഗത്തിൽ ഓരോരുത്തരും ദൈവം ഓർത്ത് മഹത്വീകരിച്ചില്ല. ദൈവത്തിന് അവർ നന്ദി കാണിച്ചില്ല. അവർ ദൈവത്തെക്കുറിച്ചുള്ളത് അവർക്ക് അറിയാമായിരുന്നു. ഈവൻ ദൈവവചനമില്ലാത്തവർക്ക് പോലും മനസ്സാക്ഷിയിലൂടെ ആ ദൈവം കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് കൃപ നൽകിയിരുന്നുവെന്നും, എന്നാൽ അത് അവഗണിച്ചു കളഞ്ഞ് ശിക്ഷ വിധിക്കാത്ത ദൈവങ്ങളെ മനുഷ്യൻ കണ്ടുപിടിക്കുകയാണ്. മനുഷ്യന് പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവിടെ രൂപസാദൃശ്യത്തിൽ മാറ്റിക്കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, അതുപോലെ പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവിടെ രൂപസാദൃശ്യത്തിൽ മാറ്റിക്കളഞ്ഞു. ഐഡൽസിനെ ഉണ്ടാക്കി. ഇഴജന്തുക്കളുടെ രൂപം വരെ ദൈവത്തിന് കൊടുത്തുകൊണ്ട് അവരെ ആരാധിക്കുന്ന ഒരു സമൂഹത്തെ ലോകത്തിൽ കാണും. എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ സംഭവിച്ചുവെന്ന് 1-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ കാണുകയുണ്ടായി. ദൈവം അവരെ കൈവിട്ടതിന്റെ ഫലമായി നമ്മൾ കണ്ടു, അവര് ഭയങ്കരമായ പാപത്തിൽ ചെന്ന് പതിച്ചു. സ്വർഗഭോഗികളും തന്നെത്താൻ അവമാനിക്കുന്നവരും മനുഷ്യന് പറയാൻ കഴിയുന്ന പാപങ്ങളുടെ പട്ടിക ഇവിടെ എടുത്തു പറഞ്ഞിട്ട് ഈ വകക്കാരായി തീർന്നതും മാത്രമല്ല, ഇത് പ്രവർത്തിക്കുന്നവർ മരണയോഗ്യരാണെന്ന് അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവർ പ്രശംസിക്കുക കൂടെ ചെയ്തു. അവള് പാപത്തെ സ്നേഹിക്കുന്ന, വളരെ താണുപോയ, ധാർമ്മികമായി അധപ്പതിച്ചു പോയ അതിന് ഉത്തരവാദികൾ അവര് തന്നെയാണെന്ന് ഒരു കോടതിയിൽ പൗലോസ് തെളിയിച്ചു തരികയാണ് 1-ാം അധ്യായത്തിൽ. 2-ാം അധ്യായം ആരംഭിക്കുന്നത്, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യരുമായുള്ളവരെ നിനക്ക് പ്രതിവാദം പറയുവാനില്ല. അതായത് ഈ 1-ാം അധ്യായത്തിൽ കണ്ട നീണ്ട പാപത്തിന്റെ പട്ടികയും അധാർമികമായി ജീവിക്കുന്ന മനുഷ്യരെയും കണ്ട് ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്നവരല്ല എന്ന് വിധിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവരെ മോറലിസ്റ്റ്, ധാർമ്മിക ജീവിതം നയിക്കുന്നവരാണെന്ന് പറയാം. അവര് ആരെയും ഉപദ്രവിക്കുന്നില്ല, അവര് മറ്റ് ആളുകൾ ജീവിക്കുന്ന പോലെ ജീവിക്കുന്നില്ല, അവര് വിധിക്കുന്ന മനുഷ്യരാണ്. എന്നാൽ പൗലോസ് പറയുന്നുണ്ട്, വിധിക്കുന്ന നീ തന്നെ അത് ചെയ്യുന്നു. അതായത് പൗലോസോടെ തെളിയിക്കുന്നത് മനുഷ്യന് പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവില്ല. മനുഷ്യൻ പാപത്തിൽ വീണുപോയവനും അവന്റെ പ്രകൃതി പാപപ്രകൃതിയാണ്. ആ പാപപ്രകൃതിയിൽ ദൈവാത്മാവിനെ നമുക്ക് നൽകാതെ, നമുക്കൊരു വീണ്ടും ജനനവും ദൈവാത്മാവിന്റെ സാന്നിധ്യവും നമുക്ക് തരാതെ പാപത്തിൽ നിന്ന് മോചനം ലഭിച്ച് ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ എഡ്യൂക്കേഷൻ കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ
തത്വചിന്തകൾ കൊണ്ടോ ധാർമ്മിക ചിന്തകൾ കൊണ്ടോ ഒന്നും പാപം ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പൗലോസോട് പറഞ്ഞ്, വിധിക്കുന്ന നീ അത് തന്നെ ചെയ്യുന്നു, അന്യനെ വിധിക്കുന്ന നീ തന്നെ അത് ചെയ്യുന്നു. എന്നിട്ട് അവിടെ 6 കൂട്ടം കാര്യങ്ങൾ ദൈവം നിങ്ങളെ എങ്ങനെ ന്യായം വിധിക്കും എന്നുള്ളത് തെളിയിച്ചു. അവിടെ വളരെ വ്യക്തമായി 2ാമത്തെ കൂട്ടരെ പൗലോസ് എടുത്ത് പറയുകയാണ്. അതായത് ധാർമ്മിക ജീവിതം നയിക്കുന്നവരും മറ്റുള്ളവരെ വിധിക്കുന്നവരെ, ഈ 1-ാം അധ്യായത്തിൽ പറഞ്ഞ പാപത്തിന്റെ രീതിയിൽ ജീവിക്കാത്ത നല്ലവരാണെന്ന് ചിന്തിക്കുന്ന ഈ മനുഷ്യരും ദൈവത്തിന്റെ ന്യായവിധിയുടെ മുന്നിൽ ശിക്ഷായോഗ്യരാണ് എന്ന് തെളിയിക്കുകയാണ്. 7ാമതൊരു തത്വം പറയുന്നു, അത് മതഭക്തന്മാരെ കുറിച്ചാണ്. അന്ന് പൗലോസ് പറയുമ്പോൾ അന്നത്തെ പ്രധാന മതം യഹൂദ മതമാണ്. നമ്മൾ 17ാം വാക്യം, 2-ാം അധ്യായത്തിന്റെ 17ാം വാക്യത്തിൽ, നീയോ യഹൂദൻ എന്ന് പേർ കൊണ്ട് ന്യായപ്രമാണത്തിൽ ആശ്രയിച്ച് ന്യായപ്രമാണത്തിൽ നിന്ന് നിങ്ങൾക്ക് ഭേദാഭേദങ്ങളെ ഭേദിപ്പാനായിട്ടുള്ള കഴിവ് ലഭിച്ചു. ഇങ്ങനെ പൗലോസ് യഹൂദനോടുള്ള ബന്ധത്തിൽ അവിടെ പറയുകയാണ്. അവരും ശിക്ഷായോഗ്യരാണ്. പുറമേ യഹൂദനായവൻ അല്ല യഹൂദൻ, അകമേ യഹൂദനായവനാണ്. പുറമെയുള്ള പരിച്ഛേദനയല്ല പരിച്ഛേദന, ഹൃദയത്തിന്റെ പരിച്ഛേദന. ആശ്ചര്യമായി ദൈവത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് ഹൃദയത്തിൽ ഒരു പരിശോധന ഉണ്ടെങ്കിലേ അത് പരിശോധനയായി കാണുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു അഗ്രചർമ്മിയെ പോലെയാണ്. അഗ്രചർമ്മി ന്യായപ്രമാണം അനുസരിക്കുകയാണെങ്കിൽ അവനെ പരിശോധനയേറ്റവനായിട്ട് ദൈവം കാണത്തില്ലേ? നമ്മള് കൊർന്നേലിയോസിന്റെ കാര്യമൊക്കെ കണ്ടു. അവന്റെ ധർമ്മവും പ്രാർത്ഥനയും ഒരു പുറജാതിക്കാരനായ മനുഷ്യനാണ്. ദൈവസന്നിധിയിൽ ചെന്നതും സുവിശേഷം അവനെ അറിയിപ്പാൻ ദൈവം അതിന് കാര്യങ്ങൾ ക്രമീകരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അങ്ങനെ 3 കൂട്ടം ആളുകളും ശിക്ഷായോഗ്യരാണെന്ന് തെളിയിക്കപ്പെട്ടു. നമുക്ക് മുന്നോട്ട് പോകാം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു നിർത്തട്ടെ. ഒരു കോടതിയുടെ ഭാഷയാണ് ഇവിടെ ഇനി ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടു, ഒരു കോടതിയിൽ വളരെ പാപം ചെയ്ത മനുഷ്യരെ നിങ്ങൾ തന്നെയാണ് ഇതിന് ഉത്തരവാദി എന്നുള്ളത് 1-ാം അധ്യായത്തിൽ തെളിയിച്ചു. 2-ാം അധ്യായത്തിൽ ഈ വിധത്തിൽ ജീവിക്കാതെ ധാർമ്മിക ജീവിതം നയിക്കുന്ന, മറ്റുള്ളവരെ വിധിക്കുന്ന മനുഷ്യൻ അവൻ അത് തന്നെ ചെയ്യുന്നെന്നും അവനെ ദൈവം എങ്ങനെ ന്യായം വിധിക്കും എന്നുള്ളതും 2-ാം അധ്യായത്തിൽ ആരംഭ 16 വാക്യങ്ങളിൽ തെളിയിക്കുക. 3-ാമത് മതഭക്തന്മാരായ യഹൂദന്മാർ. അന്ന് യഹൂദന്മാരാണ്, ഇന്ന് നാമധേയ ക്രൈസ്തവരാണ്. പുറമേ യഹൂദനായവൻ അല്ല യഹൂദൻ, പുറമേ ക്രിസ്ത്യാനിയായവൻ അല്ല ക്രിസ്ത്യാനി. പുറമേ ഏറ്റ സ്നാനം സ്നാനമല്ല, അകമേയുള്ള സ്നാനമാണ് ശരിയായ സ്നാനം. ഹൃദയത്തിലുള്ള പരിശോധനയാണ് പരിശോധന. അപ്പോൾ ഇവിടെ പൗലോസ് തെളിയിച്ചത് ജാതികളെ പോലെ തന്നെ യഹൂദന്മാരും ശിക്ഷായോഗ്യരാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ മുന്നിൽ, വിശുദ്ധനായ നീതിമാനായ ദൈവത്തിന്റെ മുന്നിൽ ഒരു പുറജാതിക്കാരനെന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ല. എല്ലാവരും ശിക്ഷായോഗ്യരാണെന്ന് പൗലോസ് ഇവിടെ തെളിയിക്കുക. ഒരു കോടതിയിൽ കൊണ്ടുവന്ന് വിധിക്കുന്നത് പോലെ അവരെ വിധിച്ച് അതിലൂടെ തെളിയിക്കുക. അങ്ങനെ തെളിയിച്ചപ്പോൾ യഹൂദന്റെ മനസ്സിൽ അങ്കുരിക്കുന്ന 2-3 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് 3-ാം അധ്യായത്തിന്റെ ഏതാണ്ട് 8 വരെയുള്ള വാക്യങ്ങൾ. അവരുടെ മനസ്സിൽ അങ്കുരിക്കുന്ന ന്യായമായ ചോദ്യം, യഹൂദനും ജാതികളും ഒരുപോലെ ശിക്ഷായോഗ്യരാണ്, നിങ്ങൾക്കൊരു വ്യത്യാസവുമില്ല, നിങ്ങളും ശിക്ഷായോഗ്യരാണ്, ജാതികളും ശിക്ഷായോഗ്യരാണ്, വിശുദ്ധനായ നീതിമാനായ ദൈവത്തിന് മുന്നിൽ നിങ്ങൾ കുറ്റക്കാരാണെന്ന് തെളിയിച്ചപ്പോൾ യഹൂദന്റെ മനസ്സിൽ അങ്കുരിച്ച ചോദ്യം 1, 2, 3 നമുക്ക് ചിന്തിക്കാം. ഒന്നാമത് അവരുടെ മനസ്സിൽ വന്ന ചോദ്യമാണ് 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ. നമുക്ക് ആ 4 വാക്യങ്ങളൊന്ന് വായിച്ചിട്ട് ആദ്യത്തെ ചോദ്യത്തിന്റെ മറുപടി പൗലോസ് എന്താ പറയുന്നതെന്ന് നോക്കാം. റോമലേഖനം 3-ാം അധ്യായം നമ്മൾ പുതിയൊരു ഭാഗത്തിലേക്ക് പോയിരിക്കുകയാണ്. യഹൂദന്റെ മനസ്സിലുണ്ട് ചോദ്യം, ഞങ്ങളും ജാതികളെ പോലെ ശിക്ഷായോഗ്യരാണെങ്കിൽ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, എന്നാൽ യഹൂദന് എന്ത് വിശേഷത? അല്ല, പരിശോധന കൊണ്ട് എന്ത് പ്രയോജനം? 2 ചോദ്യം ചോദിക്കുക. യഹൂദന് എന്ത് വിശേഷതയാണ്? ഇങ്ങനെ യഹൂദൻ ശിക്ഷായോഗ്യനാണെങ്കിൽ എന്താണ് യഹൂദനായിരിക്കുന്നതിന്റെ വിശേഷത? അല്ല, അവനേറ്റ പരിശോധന കൊണ്ട് എന്ത് പ്രയോജനം? നമ്മൾ കണ്ടു യഹൂദന്റെ ചിന്ത, പരിശോധനയേറ്റ ആരും നരകത്തിൽ പോകില്ല. അവരുടെ മധ്യത്തിലെ ധാരണ,
നരകത്തിന്റെ വാതിലിൽ അബ്രഹാം ഇരിപ്പുണ്ട്. അബ്രഹാം പരിശോധനയേറ്റ ഒരു വ്യക്തിയും നരകത്തിൽ പോകാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് പരിശോധനയേറ്റാ മതി. മറ്റു വിധത്തിൽ പറഞ്ഞാൽ പൗലോസിന്റെ കാലത്ത് ഈ യഹൂദന്മാരുടെ മനസ്സിൽ അവര് മറ്റുള്ളവരെക്കാട്ടിൽ സുപ്പീരിയറാണ്, മറ്റുള്ളവരെക്കാട്ടിൽ ഭേദമുള്ളവരാണ്, അവർക്ക് കുറച്ചുകൂടെ ദൈവിക ആനുകൂല്യങ്ങളുണ്ട് എന്നൊരു ചിന്താഗതി അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അവരുടെ ഇടപെടലിലും സംസാരത്തിലും ഒക്കെ ഇത് കാണാനായിട്ട് കഴിയുമായിരുന്നു. അതുള്ള ബന്ധത്തിലാണ് യഹൂദൻ ചോദിച്ച ചോദ്യം, അല്ല യഹൂദൻ എന്ത് വിശേഷതയാണ്, പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം എന്ന് ചോദിക്കുക. അതിന്റെ മറുപടി പൗലോസ് പറഞ്ഞ നോക്കുക. ഒന്നാമത്, സകല വിധത്തിലും വളരെ ഉണ്ട്. നിങ്ങൾ യഹൂദനായിരിക്കുന്നുണ്ടും പരിച്ഛേദനയേറ്റുകൊണ്ടും വളരെ പ്രയോജനമുണ്ട്. ഒന്നാമത്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൗലോസ് പറയുകയാണ്, ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കലാണ് സമർപ്പിച്ചിരിക്കുന്നത്. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസതയ്ക്ക് ഭംഗം വരുമോ? ഒരു നാളുമില്ല. നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്ന് എഴുതിയിരിക്കുന്ന പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്ന് വരും. നമുക്ക് ആ ഭാഗത്തിലേക്ക് നോക്കാം. യഹൂദനുള്ള വിശേഷത മറ്റ് ജാതികളുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ യഹൂദനുള്ള വിശേഷത എന്താണെന്ന് ചോദിച്ചാൽ പൗലോസ് പറഞ്ഞു വളരെയുണ്ട്. ഒന്നാമത്, ദൈവത്തിന്റെ അരുളപ്പാട് അവരുടെ പക്കൽ ഏൽപ്പിച്ചു. നമുക്ക് 2 വാക്യം പഴയ നിയമത്തിൽ നിന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം. യഹൂദന്റെ പ്രത്യേകത, അവന്റെ കരങ്ങളിലാണ് ദൈവം തന്റെ വചനം കൊടുത്തത്. 4-ാം അധ്യായത്തിന്റെ 5 തൊട്ടുള്ള വാക്യം നോക്കിയാട്ടെ. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 5 തൊട്ട് 8 വരെ. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടപ്പാനായി എൻ്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിക്കും. അവയെ പ്രമാണിച്ച് നടപ്പീൻ. ഇതന്നെ അല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവുമായിരിക്കുന്നത്. അവർ ഈ കൽപ്പനകളൊക്കെയും കേട്ടിട്ട് ഈ ശ്രേഷ്ഠജാതി ജ്ഞാനവും വേഗമുള്ള ജനം തന്നെ എന്ന് പറയും. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ നമുക്ക് അടുത്തിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ഏതുള്ളൂ? ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഈ സകല ന്യായപ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠജാതി ഏതുള്ളൂ? നോക്കട്ടെ, 6-ാം വാക്യം. ഇവയെ പ്രമാണിച്ച് നടപ്പീൻ, അവ തന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവും. മറ്റു മനുഷ്യരുടെ മുന്നിൽ നിങ്ങളുടെ വിവേകവും ജ്ഞാനവും നിങ്ങൾക്ക് ലഭിച്ച വചനമാണ്. ഖുർആനകത്ത് പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആസ്ക് ദ പീപ്പിൾ ഓഫ് ദ ബുക്ക്. ആസ്ക് ദ പീപ്പിൾ ഓഫ് ദ ബുക്ക്. പുസ്തകമുള്ള ആ ജനത്തോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ യഹൂദനോട് ചോദിച്ച് മനസ്സിലാക്കാനാണ്. ജാതികൾ പറയുന്ന വാക്കാണ്. യഹൂദനോട് ചോദിച്ച് മനസ്സിലാക്കാൻ. നമ്മളിവിടെ കണ്ടു, ഇത്ര വിവേകമുള്ള ജ്ഞാനമുള്ള ഒരു ശ്രേഷ്ഠജാതി ഏതുള്ളൂ? ഇതുപോലെ നീതിയുള്ള ചട്ടങ്ങൾ ലഭിച്ച ശ്രേഷ്ഠജാതി ആരാണ്? നമ്മൾ ഓർക്കണം, പുറജാതികളൊക്കെ ബിംബങ്ങളെ ആരാധിച്ചു, എത്രയോ വൈകൃതമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടു, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എന്തെല്ലാം തെറ്റായ കാര്യങ്ങൾ ചെയ്ത്, ഈവൻ ദേവദാസികളുടെ കാര്യങ്ങൾ വരെ ഏർപ്പെട്ട് അത്ര മ്ലേച്ഛവും മോശവുമായ ഒരു രീതിയിലേക്ക് മാറിയപ്പോൾ ദൈവത്തിന്റെ പ്രമാണങ്ങൾ കൊടുത്ത് ദൈവം അവരെ സത്യമാർഗത്തിൽ നടത്തുക. അത് അവർക്ക് ലഭിച്ചത് ഈ ന്യായപ്രമാണം കൊടുത്തുകൊണ്ട്. ഒരു വാക്യം കൂടെ 33-ാം അധ്യായം, ആവർത്തന പുസ്തകം 33-ന്റെ 3-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചോട്ടെ. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അതെ, അവൻ ജനത്തെ സ്നേഹിക്കുന്നു, അവന്റെ സകല വിശുദ്ധന്മാര് തൃക്കൈയിൽ ഇരിക്കുന്നു, അവർ തൃക്കാൽക്കൽ ഇരുന്ന് അവർ തിരുവചനങ്ങളെ പ്രാപിച്ചു.
ദൈവത്തിന്റെ കാൽക്കലിരുന്ന് അവർ തിരുവചനം പ്രാപിച്ചെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, യഹൂദന്റെ വിശേഷതയിൽ ഒന്നാമത് പറയുന്നത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ ഏൽപ്പിച്ചു. ഇതിന്റെ ഫലമായി ദൈവം ഈ ജാതിയെ തെരഞ്ഞെടുത്തതിന്റെ ഫലമായി അവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായി. ആ ഗുണങ്ങളൊക്കെ ഉണ്ടായത് ഈ ദൈവവചനം അവരുടെ കരങ്ങളിൽ കിട്ടിയുണ്ടായി. നമുക്കറിയാം, പഴയ നിയമ ഏടുകൾ എല്ലാം എഴുതിയത് യഹൂദന്മാരാണ്. ഇവിടെ പൗലോസ് ഈ കാര്യം പറയുമ്പോൾ ആ പഴയ നിയമ ഏടുകൾ എല്ലാം എഴുതിയത് യഹൂദന്മാരാണ്. ദേ വർ ദ കസ്റ്റോഡിയൻസ്. പുരാതന കാലത്തൊരു പറച്ചിലുണ്ട്, Jewish people were the Christian librarian keepers, were entrusted with that. Jews were the Christian librarian keepers. ക്രിസ്ത്യാനികൾക്കുള്ള ലൈബ്രറി സൂക്ഷിക്കുന്നവരായിരുന്നു അവര്. അവരുടെ പക്കലാണ് ദൈവത്തിന്റെ അരുളപ്പാടുകൾ കൊടുത്തത്. ഞാനൊരു ഭാഗം കൂടെ ഒന്ന് വായിച്ചോട്ടെ. റോമലേഖനം 9-ാം അധ്യായം, റോമർ 9, 10, 11 യഹൂദിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. നമ്മളവിടെ പഠിക്കുമ്പോൾ വിശദമായി ചിന്തിക്കും. റോമർ 9, 10, 11 അവിടെ നമ്മൾ റോമലേഖനം 9-ാം അധ്യായത്തിന്റെ 4, 5 വാക്യം യഹൂദന്റെ പ്രത്യേകത പറയുന്നുണ്ട്. അവർ ഇസ്രായേല്യർ. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളത്. പിതാക്കന്മാരും അവർക്കുള്ളത് തന്നെ. ജഡപ്രകാരം ക്രിസ്തു അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്. നോക്കട്ടെ, യഹൂദന്റെ പ്രത്യേകതകൾ എടുത്തു പറയുകയാണ്. റോമർ 9, 10, 11 യഹൂദനെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. നമ്മൾ വിശദമായ ആ ഭാഗങ്ങൾ ശ്രദ്ധിക്കും. എന്നാൽ ഇവിടെ യഹൂദന്റെ പ്രത്യേകത എടുത്ത് പറയുമ്പോൾ അവർ ഇസ്രായേല്യർ. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളത്. ഇവിടെ എടുത്തു പറഞ്ഞു നോക്കട്ടെ, നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളതാണ്. പിതാക്കന്മാർ അവർക്കുള്ളതാണ്. ക്രിസ്തുവും ജഡപ്രകാരം അവരിൽ നിന്നാണ് ജനിച്ചത്. ഇവിടെ വളരെ വ്യക്തമായി നമ്മൾ കണ്ടു നിങ്ങളുടെ പ്രത്യേകത. ഒന്നാമത് ദൈവവചനം നിങ്ങളുടെ പക്കലാണ് ഏൽപ്പിച്ചത്. നമ്മൾ കണ്ടു നിയമങ്ങള്, ന്യായപ്രമാണം, ആരാധന, വാഗ്ദത്തങ്ങളൊക്കെ, പ്രോമിസസ് ഒക്കെ അവർക്കുള്ളത്, അവർക്കാണ് കൊടുത്തത്. എത്ര മഹത്വരമായ ഒരു ജനമാണ് അവിടെ. അപ്പോൾ ഇവിടെ വേറെ ഒരു ചോദ്യം കടന്നു വരികയാണ്. എന്താണ്? നോക്കിയേ, ഇവിടെ സകല വിധത്തിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പരിച്ഛേദന എന്ന് പറയും. നമുക്കറിയാം, അവർ ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞവരാണെന്ന് ഒരു ഉടമ്പടിയുടെ അടയാളമാണ് ശരീരത്തിൽ ഏറ്റിരിക്കുന്നത്. ആ മുറിപ്പാട് അവരെ ഓർമ്മപ്പെടുത്തും, ഞങ്ങൾ ദൈവത്തിന്റെ ജനമാണ്, ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞവരാണ്. ഇവിടെ വായിക്കുന്നു, സകല വിധത്തിൽ ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ ഏൽപ്പിച്ചു. എന്നാൽ 3-ാം വാക്യം, ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. ഇവിടെ പറയുന്നു ചിലർ വിശ്വസിച്ചില്ല. അതായത് യഹൂദന്മാരിൽ ഒരു കൂട്ടം ആളുകള് ഈ ദൈവം കൊടുത്ത പ്രമാണങ്ങളൊക്കെ അതിന് ഭംഗം വരുത്തി. അവര് വിശ്വസിച്ചില്ല. എന്നാല് ചോദിക്കുകയാണ്, അവരെ അവിശ്വസ്തരായി പാർത്താല് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുമോ? നീക്കം വരുമോ? വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? പൗലോസ് പറയുന്ന ഒരു നാളുമില്ല. എന്താണ് ഈ ദൈവത്തിന്റെ വിശ്വസ്തത എന്ന് പറയുന്നത്? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുണ്ട് ഒരുപാട്. പ്രവചനങ്ങളായാലും വാഗ്ദത്തങ്ങളായും ന്യായവിധിയായാലും ദൈവം അവരോടുള്ള ബന്ധത്തിലും ദൈവം ഒരുപാട് വാഗ്ദത്തങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് മാറ്റം വരത്തില്ല. അവർ പരാജയപ്പെട്ടാലും ഇതിന് മാറ്റം വരത്തില്ല. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരത്തില്ല. അതിന് ദൃഷ്ടാന്തമായി എടുത്തു പറയുന്നത് ദാവീദിന്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ്. ദാവീദ് അവിശ്വസ്തനായി പോയി. എന്നാൽ നോക്കിയ അതിന്റെ 4-ാം വാക്യം, നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്ന് എഴുതിയിരിക്കുന്ന പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവരെന്നേ വരും.
ഇവിടെ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരത്തില്ല. അതിന് ദൃഷ്ടാന്തമായി പറഞ്ഞത് ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തന ഭാഗത്തിൽ നിന്ന്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സങ്കീർത്തന ഭാഗം സങ്കീർത്തനം 51 നിന്നാണ്. നമുക്കൊന്ന് നോക്കാം. സങ്കീർത്തനം 51 സങ്കീർത്തനം. അതെന്തിനാണ് അവിടെ എടുത്ത് കോട്ട് ചെയ്തത്? യെസ്, അവിടെ 51 സങ്കീർത്തനം, അതിന്റെ തലക്കെട്ട് നോക്കി. അവൻ ബത്ശബയുടെ അടുക്കൽ ചെന്ന ശേഷം നാഥാൻ പ്രവാചകൻ അവന്റെ അടുക്ക് വന്നപ്പോൾ ചമച്ചത്. ദാവീദ് പാപം ചെയ്തു. ബത്ശബയോടുള്ള ബന്ധത്തിൽ അവളുടെ ഭർത്താവിനെ കൊന്നുകളഞ്ഞു, ഊരിയാവിനെ കൊന്നുകളഞ്ഞു. മറ്റൊരുത്തന്റെ ഭാര്യയെ ദാവീദ് കവർന്നെടുത്തു. ദാവീദ് പാപം ചെയ്തു. എന്നാൽ നാഥാൻ വന്നു ആ പാപബോധം വരുത്തി കഴിഞ്ഞപ്പോൾ അതിന്റെ 4-ാം വാക്യം നോക്കി. ദാവീദ് പറയും, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായതുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന്. ദാവീദ് പാപം ചെയ്തു, ദാവീദ് തെറ്റ് ചെയ്തു. ദാവീദിന് പാപബോധം ഉണ്ടായപ്പോൾ ദാവീദ് പറയുന്ന വാക്കുകളാണ് ഈ റോമലേഖനം 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ കോട്ട് ചെയ്തത്. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാൻ. ദാവീദിന് എന്തെങ്കിലും അവിടെ പുകഴാനായിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെ ഈ വാക്ക് പറയുന്നത് അവരെ അവിശ്വസ്തരായി പാർത്തെങ്കിലും ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തില്ല. ദാവീദ് ഇങ്ങനെ പാപം ചെയ്തെങ്കിലും ദാവീദിനോട് ദൈവത്തിന്റെ ഒരു ഉടമ്പടിയുണ്ട്. അതുകൂടെ നമുക്ക് നോക്കാം. അതിന് ഭംഗം വരുമോ? ഇല്ല. അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഈ ദൃഷ്ടാന്തം ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു പറയുന്നത് ദാവീദ് പരാജയപ്പെട്ടെങ്കിലും 2 ദിനവൃത്താന്തം 13-ാം അധ്യായം എടുക്കാം. 2 ദിനവൃത്താന്തം 13-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം നോക്കിക്കട്ടെ. 2 ദിനവൃത്താന്തം 13-5. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇസ്രായേലിലെ രാജ്യത്വം ഒരു ലവണ നിയമത്താൽ ദാവീദിനും അവനും അവന്റെ പുത്രന്മാർക്കും തന്നെ സദാകാലത്തേക്ക് നൽകിയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നോക്കുക, ദാവീദിന് ഇസ്രായേലിന്റെ രാജ്യത്വം കൊടുത്തിരിക്കുന്നത് ലവണ നിയമത്താൽ എന്നേക്കുമാണ്. എന്താ ഈ പറയുന്നത്? നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ യാഗങ്ങളിലൊക്കെ ചിലയിടത്ത് ഉപ്പ് ചേർത്തിരിക്കണമെന്ന് ദൈവം നിർബന്ധപ്പെടുന്നു. ഇസ്രായേലിന്റെ മധ്യത്തിൽ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരാൾ ഉപ്പ് മേടിച്ചാൽ, നമ്മുടെ നാട്ടിൽ തിരിച്ചാണ്, ഉപ്പ് ഇങ്ങനെ കയ്യിൽ നിന്ന് മേടിക്കത്തില്ല, അവിടെ വെച്ചിട്ട് എടുക്കത്തേ ഉള്ളൂ. കാരണം ഉപ്പ് ഒരാളുടെ കയ്യിൽ നിന്ന് മേടിച്ചാൽ വഴക്കുണ്ടാവും നോക്കിയാൽ നാട്ടിൽ പറയുന്നത്. എന്നാല് യഹൂദന്റെ മധ്യത്തിൽ 2 പേരെ ഒരാൾക്ക് ഉപ്പ് കൊടുത്താൽ, ഉപ്പ് കൊടുക്കുമ്പോൾ അതൊരു ഉടമ്പടിയുടെ ഒരു പ്രമാണം, ഒരു ലക്ഷണമാണ്. അതിന് പറയുന്നത് ലവണ നിയമം എന്നാണ്. ലവണ നിയമം എന്ന വാക്കിന്റെ അർത്ഥം മാറ്റമില്ലാത്ത നിയമം, ഒരിക്കലും മാറ്റമില്ല. യാഗങ്ങളിലൊക്കെ ഇത് വായിക്കുന്നുണ്ട്. നമ്മള് ഒരു വാക്യം നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 20. എന്തിനാണ് ഈ യാഗങ്ങളിലൊക്കെ ഈ ഉപ്പ് ചേർക്കാനായിട്ട് ദൈവം ആവശ്യപ്പെട്ട ചില യാഗങ്ങളിൽ ദൈവപുത്രനെ വരച്ചു കാണിക്കുന്ന യാഗങ്ങൾ ഉപ്പ് ചേർക്കണം. ഭോജനയാഗത്തിലൊക്കെ ഉപ്പ് ചേർക്കണം നിർബന്ധമായി പറഞ്ഞു. ലേവ്യ പുസ്തകം 2-ാം അധ്യായം നോക്കിയാൽ മതി, 2:13. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നോക്കിയാട്ടെ. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ് എന്നത്രേ, അതുകൊണ്ട് ഞങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകേണ്ടതിന് അവനിൽ ആമീൻ എന്നും. ദൈവത്തിന്റെ പ്രോമിസസ് എന്തെല്ലാം ഉണ്ടോ അത് നമ്മളിവിടെ വായിച്ചതുപോലെ ദൈവത്തിന്റെ എത്രയുണ്ടെങ്കിലും ഉവെന്നാണ്, അത് ആമീൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവം എന്ത് പ്രോമിസ് ചെയ്തോ അത് കാണും, അത് നിൽക്കും, ഒരിക്കലും മാറ്റത്തില്ല. നമ്മൾ പരാജയപ്പെട്ടാലും ദൈവത്തിന്റെ വാക്കുകൾക്ക് മാറ്റമില്ല. ഞാന് പറയണമെന്ന് വിചാരിച്ചില്ല, ഒന്ന് പറഞ്ഞു പോകട്ടെ. നമ്മള് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം എടുക്കുമ്പോൾ ദാവീദും ദൈവമായിട്ടുള്ള ഒരു ഇടപെടൽ, അബ്രഹാമും ദൈവമായിട്ടുള്ള ഇടപെടൽ. അബ്രഹാം, എനിക്ക് മക്കളില്ല, എൻ്റെ ഭവനത്തിൽ ജനിച്ച എൻ്റെ ദാസനായ എലിയാസാർ ഇതിനൊക്കെ അവകാശിയാകുമെന്ന് പറയുമ്പോൾ
ദൈവം പറഞ്ഞു, ഇല്ല, നിന്റെ കടിപ്രദേശം ഉത്ഭവിക്കുന്ന തന്നെ ഒരു കുഞ്ഞ് നിന്റെ അവകാശിയാകും. നക്ഷത്രങ്ങളെ പോലെ ആകും നിന്റെ സന്തതി എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ അറിയും? ദൈവം ഇവിടെ പറഞ്ഞത് യാഗവസ്തുക്കൾ എടുത്തു വെക്കാൻ പറഞ്ഞു. 5 യാഗവസ്തുക്കൾ ഒത്ത നടുവെ പിളർന്നു വെച്ചു. സന്ധ്യയായി. റാഞ്ചൽ പക്ഷികളെയൊക്കെ അബ്രഹാം ഓടിക്കുന്നു. ഉൽപ്പത്തി 15 നോക്കിയാൽ മതി. ഇരുട്ട് വന്നപ്പോൾ അബ്രഹാം ഭയന്നിട്ടിരിക്കുകയാണ്. ഒരു പുകയുന്ന തീച്ചൂള, ഒരു തീപ്പന്തം അതിന് നടുവിലൂടെ കടന്നുപോയി. അവിടെ വായിക്കുന്നു, അന്ന് യഹോവ അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തു. അന്ന് ഈ തീച്ചൂള പ്രതിനിധീകരിക്കുന്നു ദൈവത്തെ. എനിക്കവിടെ പറയാനുള്ള കാര്യം, അബ്രഹാമിനെ ദൈവം നടത്തിയില്ല. ആ 15-ാം അധ്യായത്തിൽ ഫ്രാത്ത് നദി മുതൽ ഈജിപ്തിലൂടെ ഒഴുകുന്ന നദി വരെയുള്ള പ്രദേശം നിനക്കും നിന്റെ സന്തതികൾക്കുമാണ്. അവിടെ എനിക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ളത്, ദൈവം വാഗ്ദത്തം ചെയ്തപ്പോ അബ്രഹാമിനെ അതിന് നടുക്കൂടെ നടത്തിയില്ല. ഇസ്രായേലിന്റെ മധ്യത്തിൽ യാഗവസ്തു പിളർന്നു വെച്ച് 2 പേര് അതിന്റെ നടുവിലൂടെ കൈകൾ പിടിച്ചുകൊണ്ട് നടന്ന് ഉടമ്പടി ചെയ്താൽ അതിന്റെ പേര് രക്ത ഉടമ്പടി. ഒരിക്കലും ലംഘിക്കില്ല. അബ്രഹാമിനെ ദൈവം നടത്തിയില്ല. അബ്രഹാം ഭയന്ന് ആ ഇരുട്ടുള്ള സമയം ഇരിക്കുമ്പോൾ ദൈവം തന്നെ അതിന്റെ നടുവിലൂടെ ഒരു തീപ്പന്തമായി കടന്നുപോയി. അന്ന് യഹോവ അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തു. എന്താ കാരണം? അബ്രഹാം പരാജയപ്പെടും, അബ്രഹാമിന്റെ മക്കൾ പരാജയപ്പെടും. പക്ഷെ ദൈവം പറയുകയാണ്, ഞാൻ തന്ന വാഗ്ദത്തം മാറ്റത്തില്ല. നമ്മള് കൊരിന്ത്യർ ലേഖനത്തിൽ വായിച്ചു, 2 കൊരിന്ത്യർ 1:20 ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഊവെന്നാണ്. വാട്ട് എവർ ദ പ്രോമിസ്. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഓർത്തു പോകുമ്പോൾ ഒന്ന് പറഞ്ഞോട്ടെ. 1974 രക്ഷിക്കപ്പെട്ടത്. എനിക്ക് പ്രായം കുറവാണ്, 22 വയസ്സേ ഉള്ളൂ. ഞാൻ ഒരുപാട് വായിക്കാൻ തുടങ്ങി. അന്ന് തന്നെ പ്രവചന വിഷയങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. ഞാൻ ഇന്ന് ഓർക്കുന്നു, പ്രത്യേകിച്ച് ദൈവമക്കൾക്ക് ലഭിക്കുന്ന ഭാവി അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ഞാൻ വായിക്കാൻ തുടങ്ങി. പുത്തൻ യെരൂശലേമിനെ കുറിച്ചും ആ സ്വർഗത്തെക്കുറിച്ചും അവിടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ഞാൻ വായിക്കാൻ തുടങ്ങി. രക്ഷിക്കപ്പെട്ട് അധികമായില്ല, ദിവസങ്ങളെ ആയിട്ടുള്ളൂ. എനിക്ക് വാസ്തവത്തിൽ സംശയം തോന്നി. എൻ്റെ മനസ്സിൽ ഇതൊക്കെ സൗജന്യമായി ഒന്നും ചെയ്യാതെ എനിക്ക് തരാൻ പോവുകയാണോ? ഞാൻ ഇന്ന് ഓർക്കുന്നു, ഞാൻ തനിച്ച് ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഒരു മുറിയിൽ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, എൻ്റെ മനസ്സിൽ സംശയം തോന്നി. എനിക്ക് സംശയം തോന്നുന്നത്, ഇറ്റ് വാസ് സോ ഗുഡ്. ഇത്ര വലിയ അനുഗ്രഹങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ വയ്യാത്ത നന്മകൾ എനിക്ക് തരാൻ പോവുകയാണോ സൗജന്യമായി ഒന്നും ചെയ്യാതെ? സംശയിച്ചു. എന്നാൽ അന്ന് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ച ശേഷം ഒരിക്കലും പിന്നെ സംശയിക്കാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. ഞാൻ അന്ന് ദൈവത്തോട് പറഞ്ഞു, എനിക്ക് സംശയമുണ്ട്. എന്നാൽ എൻ്റെ സംശയം ദൈവം മാറ്റുകയാണ് ആത്മാവിനാൽ. ഞാൻ ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ, ദാവീദിന് ആ സിംഹാസനം ലവണ നിയമത്താൽ എന്നേക്കും ദൈവം കൊടുത്തു. ദാവീദ് പരാജിതനായി. ദൈവത്തിന്റെ ഭാഗത്തിലെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തില്ല. അതാണ് നമ്മൾ കണ്ടു റോമാലേഖനം ഈ 3-ാം അധ്യായത്തില് അതിന്റെ 4-ാം വാക്യത്തില് യഹൂദന്മാർ ചിലർ വിശ്വസിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളില്, ദൈവത്തിന്റെ അരുളപ്പാടുകളിൽ അവർ വിശ്വസിച്ചില്ല. അവരവിശ്വസിച്ചില്ല എന്ന കാരണത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരത്തില്ല. ദാവീദിന്റെ കുടുംബം പരാജയപ്പെട്ടു, ദാവീദ് പരാജയപ്പെട്ടു. പക്ഷെ ദൈവം ചെയ്ത വാഗ്ദത്തം ലവണ നിയമത്താൽ കൊടുത്തിരിക്കുന്നതാണ്. അത് മാറ്റപ്പെടത്തില്ല. അതുകൊണ്ടാണ് 4-ാം വാക്യത്തിൽ നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്ന് എഴുതിയിരിക്കുന്ന പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരും. മാനവരാശി എല്ലാവരും ദൈവസന്നിൽ ശിക്ഷായോഗ്യരായിരിക്കുമ്പോൾ ദൈവം സത്യവാൻ എന്നേ വരികയും മനുഷ്യരെല്ലാം ദൈവസന്നിധിയിൽ ഒന്നിലല്ലേ മറ്റൊന്നിൽ പരാജയപ്പെട്ടു. They have broken the things God has told them. എന്നാൽ ദൈവം
നമുക്ക് വാഗ്ദത്തം ചെയ്തതൊന്നും അത് നഷ്ടമാകില്ല എന്ന് എടുത്ത് കാണിക്കുക. ഇവിടെ നോക്കുക, ഇവിടെ പറയുന്നത് എന്നാൽ 5-ാം വാക്യം, എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നെങ്കിൽ നാം എന്ത് പറയുന്നു? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, ഒരു നാളും അല്ല. അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? ഇവിടെ പൗലോസ് ആ 5-ഉം 6-ഉം വാക്യത്തിൽ വേറെ ഒരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. 5-ഉം 6-ഉം വാക്യത്തിലെ 2ാമത്തെ ചോദ്യമാണ്. അത് യഹൂദന്റെ മനസ്സിൽ അങ്കുരിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് ആ ചോദ്യം? 5-ാം വാക്യം, എന്നാൽ നമ്മുടെ അനീതിയുള്ള യഹൂദ ചരിത്രമുണ്ടല്ലോ, ഇത് ദൈവത്തിന്റെ നീതിയാണ് പ്രസിദ്ധമാക്കുന്നെങ്കിൽ, ഇപ്പൊ നമ്മൾ ചിന്തിച്ചല്ലോ, നമ്മൾ അവിശ്വസരായി പാർത്താലും ദൈവത്തിന്റെ വിശ്വസതയ്ക്ക് ഭംഗം വരുന്നില്ല. ദാവീദ് പാപം ചെയ്തെങ്കിലും ദാവീദിനോട് ദൈവം ചെയ്ത വാഗ്ദത്തത്തിന് ഭംഗം വരത്തില്ല. എത്ര വാഗ്ദത്തങ്ങൾ നമുക്കുണ്ടെങ്കിലും അതൊക്കെ ഊവെന്നാണ്. നമ്മൾ പരാജയപ്പെട്ടേക്കാം. അങ്ങനെയാണെങ്കിലേ യഹൂദന്റെ മനസ്സിൽ വരുന്ന 2ാമത്തെ ചോദ്യമാണ് 5-ഉം 6-ഉം വാക്യത്തിലൂടെ അവന്റെ മനസ്സിൽ കടന്നു വരുന്ന ചോദ്യം, നമ്മുടെ അനീതിയുള്ള യഹൂദ ചരിത്രം ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നെങ്കിൽ നാം എന്ത് പറയണം? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? ഇങ്ങനെയാണെങ്കിൽ ദൈവം ഇങ്ങനെയാണ് ഇടപെടുന്നതെങ്കിൽ ഈ ശിക്ഷ നമുക്ക് തരുന്നതുണ്ടല്ലോ, യഹൂദന്മാർക്ക് തരുന്നത് ദൈവം നീതിയില്ലാത്തതിനാലാ എന്ന് ചോദിക്കുകയാണ്. യഹൂദന്റെ ചിന്തയിൽ അങ്കുരിക്കുന്ന ഒരു 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 ചോദ്യമാണ്. നമ്മൾ നേരത്തെ നോക്കാട്ടെ, ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? നമ്മെ ശിക്ഷിക്കുന്നത് ദൈവം അനീതി കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 28-ഉം 29-ഉം വാക്യത്തിൽ നമ്മൾ വളരെ വ്യക്തമായി കണ്ടു, പുറമേ യഹൂദനായവനല്ല യഹൂദൻ, പുറമെയുള്ള പരിച്ഛേദനയും അല്ല പരിച്ഛേദന. അല്ല, അവരുടെ നാഷണൽ ഡിസൊബീഡിയൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവര് തെറ്റിപ്പോയ ദൈവസന്നിധി. 5-ാം വാക്യത്തില് പൗലോസ് ഇത് പറഞ്ഞിട്ട് ഉടനെ എടുത്ത് പറയുന്നത് എന്താണ്? എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്ത് പറയേണ്ടു? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്ന്. ഞങ്ങളെ ശിക്ഷിക്കുകയാണെങ്കിൽ ഇത് അനീതിയാണോ എന്ന് ചോദിക്കുമ്പോൾ പൗലോസ് അതിന്റെ മറുപടി പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു, ഒരു നാളുമല്ല. എന്നിട്ട് എടുത്തു പറഞ്ഞ എന്താണ്? അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? എന്താ അങ്ങനെ പറയാൻ കാരണം? യഹൂദനെ ശിക്ഷിക്കാതിരിക്കുകയാണെന്ന് വിചാരിക്കുക. യഹൂദന് പ്രത്യേക പ്രിവിലേജ് കൊടുത്തു, ന്യായപ്രമാണമൊക്കെ ഉണ്ട്. അവൻ പാപം ചെയ്താലും അവനെ ദൈവം ശിക്ഷിക്കുന്നില്ല. എന്നാൽ പാപം ചെയ്ത ജാതികളെ ദൈവം വിധിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല, ഒരു നാളും അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? കാരണം എന്താ? കാരണം ദൈവം ലോകത്തെ വിധിക്കുന്ന നീതിയിലാണ്, ന്യായമായി വിധിക്കുന്നവനാണ്, നീതിയോടെ വിധിക്കുന്നവനാണ്, നീതിയുള്ള ന്യായാധിപതിയാണ്. നമുക്ക് ഒരു വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം നോക്കിക്കാട്ടെ. ആ ന്യായവിധിയെ കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം ശ്രദ്ധിച്ചാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായവിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പും നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം ഊന്നി പറയുന്നു, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായവിധിപ്പാൻ ദൈവം ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ ന്യായവിധി നീതിയുള്ള വിധിയാണ്. നമ്മൾ 2-ാം അധ്യായത്തിലും അത് കണ്ടു. നീതിയോടുകൂടെയാണ് ദൈവം വിധിക്കുന്നത്. അപ്പൊ യഹൂദന്റെ ചിന്താഗതി അനുസരിച്ച് ജാതികൾക്ക് ശിക്ഷയുണ്ട്, യഹൂദന് ശിക്ഷയില്ല, അവർക്ക് പ്രത്യേക പ്രിവിലേജ് ഉണ്ട്. ഞങ്ങളെ ശിക്ഷിക്കുന്നത് ദൈവത്തിന്റെ നീതിക്ക് അത് 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 വരുന്നതാണോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ ഒരു നാളും അരുത്, അല്ലെങ്കിൽ ദൈവം ഒരു നാളും അല്ല, അല്ലെങ്കിൽ ദൈവം എങ്ങനെ ശിക്ഷിക്കും? ദൈവം നീതിയോടെ ശിക്ഷിക്കുമ്പോൾ ദൈവം ഒരു പുറജാതിക്കാരനെ ശിക്ഷിക്കും, ഒരു യഹൂദനെയും ശിക്ഷിക്കും. മുഖപക്ഷമില്ലാത്ത ന്യായവിധി എന്ന് നമ്മൾ 2-ാം അധ്യായത്തിൽ കണ്ടു. അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? ഒരു കൂട്ടം ആളുകൾക്ക് നീതിയുള്ള വിധി,
ഒരു കൂട്ടം ആളുകൾക്ക് നീതിയില്ലാത്ത വിധി ഒരു നാളും ഇല്ല. ദൈവം എങ്ങനെ ലോകത്തെ വിധിക്കും? ദൈവം നീതിയോടുകൂടെ വിധിക്കൂ. യഹൂദനെ അവന്റെ ഫോൾസ് ഹോപ്പിൽ നിന്ന് തട്ടി ഉണർത്തി അവനെ രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ പൗലോസ് ശ്രമിക്കുകയാണ്. ഇനിയും മൂന്നാമത്തെ ചോദ്യം 17-18 വാക്യത്തില് 7-8 വാക്യത്തില് മൂന്നാമത്തെ ചോദ്യം വരികയാണ്. 7-8 വാക്യത്തിൽ എന്താണ്? ദൈവത്തിന്റെ സത്യം എന്റെ പോഷ്കിനാൽ തെളിവായി എങ്കിൽ, നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ദൈവത്തിന്റെ സത്യം എന്റെ പോഷ്കിനാൽ അവന്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ എന്നെ പാപി എന്ന് വിളിക്കുന്നത് എന്ത്? നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പറയരുതോ? അങ്ങനെ ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദൂഷിച്ചു പറയുന്നുവല്ലോ. അവർക്ക് വരുന്ന ശിക്ഷാവധി നീതിയുള്ളത് തന്നെ. പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ, 7-8 വാക്യം. ദൈവത്തിന്റെ സത്യം, ആ വാക്കൊന്നുകൂടെ നോക്കിയാട്ടെ. ദൈവത്തിന്റെ സത്യം, ദൈവത്തിന്റെ സത്യം എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദൈവത്തിന്റെ സത്യം എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയ വാർണിങ്സ്, ദൈവം നമുക്ക് നൽകിയ പ്രോമിസസ്, ദൈവം നമുക്ക് നൽകിയ അരുളപ്പാടുകൾ. ദൈവത്തിന്റെ ന്യായവിധി സത്യാനുസരണമാണ്. നമ്മൾ 2-ാം അധ്യായത്തിൽ ഇത് കണ്ടു. മനുഷ്യന്റെ ചിന്തകൾക്കനുസരിച്ചല്ല. നോക്കുക, 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വിധി സത്യാനുസരണമായിരിക്കും. 2-3 വായിക്കുന്നു. ഇവിടെയും വായിക്കുന്നു ദൈവത്തിന്റെ സത്യം ആസ് ടു ഹിസ് വാർണിങ്സ് ആൻഡ് ആസ് ടു ഹിസ് പ്രോമിസസ്. അവൻ നൽകിയ വാർണിങ്ങും പ്രോമിസസും ഒക്കെ ഉണ്ടല്ലോ. കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം ചെയ്യരുത്. ദൈവം പലതും ചെയ്യരുതെന്ന് പറഞ്ഞു. ആദമിനോട് പറഞ്ഞു ചെയ്യരുതെന്ന് പറഞ്ഞു. ആദം ചെയ്തു. ഇവിടെയും മനുഷ്യനോട് ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞു. ആ സത്യം എന്റെ പോഷകനാൽ തെളിവായി എങ്കിൽ, എന്റെ യഹൂദന്റെ ചരിത്രം അവന്റെ മഹത്വത്തിനായ എങ്കിൽ എന്നെ പാപി എന്ന് പറയുന്നത് എന്തിനാണ്? ഈ ദൈവത്തിന്റെ സത്യം, ഈ വാക്തത്വങ്ങളും പ്രോമിസസും ന്യായവിധി സത്യാനുസരണമാണെന്നുള്ളത് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ എന്റെ പോഷ്കിനാൽ ആ സത്യം കൂടുതൽ തെളിവായി വന്നു എങ്കിൽ ഒരു യഹൂദന്റെ മനസ്സിൽ വരുന്ന ചിന്ത എന്നെ പാപി എന്ന് പറയുന്നത് എന്തിനാണ്? അതിന്റെ മറുപടി എന്താണെന്നറിയാമോ? അവരുടെ മധ്യത്തിൽ ഒരു പറച്ചിലേക്ക് തിരികുകയാണ്. കൃപയാലുള്ള രക്ഷയെ പരിഹസിക്കുന്നവർ പറയുന്ന ഒരു വാക്കാണ്. ആ 8-ാം വാക്യം നോക്കിയാട്ടെ. നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുകയെന്നോ എന്ന് പറയരുതോ? അത് യഹൂദന്റെ മധ്യത്തിലെ ഒരു പറച്ചിലാണ്. നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുന്നു. ലെറ്റ് us do evil that good may come. സുവിശേഷത്തെ ദൂഷിക്കുന്നവരും പറയുന്ന ഒരു സ്ലാൻഡറാണ് കൃപയാലുള്ള രക്ഷ. 6-ാം അധ്യായത്തിൽ വരുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. 5-ാം അധ്യായത്തിലെ, അത് 6-ാം അധ്യായത്തിലാണ് അതിന്റെ ഇത് വരുന്നത്. 5-ാം അധ്യായം നോക്കിയാട്ടെ, 20-ാം വാക്യം, 5-20 അവസാനം. എങ്കിൽ പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അപ്പൊ ഒരു ചോദ്യം, 6-ാം വാക്യം, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. പാപം വർദ്ധിച്ചെടുത്ത് കൃപ വർദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ പാപം ചെയ്തുകൊണ്ടിരിക്കാമല്ലോ കൃപ വർദ്ധിക്കാൻ. ഏതാണ്ട് അതേ ചോദ്യമാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുന്ന ചോദ്യം അതാണ്. ദൈവത്തിന്റെ സത്യം, അവന്റെ ന്യായവിധിയെക്കുറിച്ചുള്ള സത്യങ്ങള്, അവൻ മുന്നറിയിപ്പ് നൽകിയ വാണിങ്ങുകള്, അവന്റെ വാഗ്ദത്തങ്ങളൊക്കെ എന്റെ പോഷ്കിനാൽ തെളിവായി വന്നു എങ്കിൽ, ഒരു യഹൂദനായി എന്നെ അവന്റെ മഹത്വത്തിനായി ഇതൊക്കെ ചെയ്തുവെങ്കിൽ എന്നെ പാപി എന്ന് വിളിക്കുന്നത് എന്തിനാണ്? അത് എന്റെ മറുപടി അവരുടെ മധ്യത്തിൽ തന്നെയുള്ള ഒരു പറച്ചിലാണ്. നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുകയെന്ന്. സുവിശേഷത്തെ ദുഷിച്ചു പറയുന്നവരും പറയുന്ന വാക്കുകളാണ്. അതിന് പൗലോസ് പറയുന്ന വാക്ക് മറുപടി, അവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുള്ളൂ. അവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുള്ളതാണ്. നമ്മൾ 2-ാം അധ്യായത്തിലും കണ്ടു, ആ ശിക്ഷയെക്കുറിച്ച് കണ്ടു.
2-ാം അധ്യായത്തിൽ ന്യായവിധിക്കുന്ന പ്രമാണം പറഞ്ഞപ്പോൾ ദൈവം സത്യാനുസരണമായിരിക്കും, നീതിയോടെ വിധിക്കും, ചതച്ച് വെച്ചതിനനുസരിച്ച് വിധിക്കും. ഇവിടെയും പറയുന്നതാണ് അവർക്ക് വരുന്ന ശിക്ഷാവിധി സത്യാനുസരണമായിരിക്കും. അത് ഇവരുടെ മനസ്സിലുള്ള ഒരു ചിന്താഗതിയാണ്. ഒരു വാക്യം നോക്കാം. ഗലാത്യലേഖനം 2-ാം അധ്യായം നോക്കിയാട്ടെ. ഗലാത്യലേഖനം 2-ാം അധ്യായം. യഹൂദന്റെ മനസ്സിൽ പൗലോസ് ഇത് എഴുതുമ്പോൾ അന്ന് യഹൂദന്റെ മനസ്സിലുള്ള ചിന്താഗതി നമ്മൾ നേരത്തെ കണ്ടല്ലോ. പരിശോധനയേറ്റ് കഴിഞ്ഞാൽ അവരെ നരകത്തിൽ കൊണ്ടുപോകത്തില്ല. 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം, നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല. നോക്കിയേ, യഹൂദന്റെ മനസ്ഥിതി നോക്കിയേ. നമ്മൾ സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല. അപ്പോൾ ജാതികളുടെ ഒരു പ്രത്യേക നിലവാരത്തിലും യഹൂദന്റെ പാപങ്ങൾ വേറെ ഒരു നിലയിലും അവന് ദൈവത്തിന്റെ ആനുകൂല്യമുണ്ടെന്നും പറയുമ്പോൾ പൗലോസ് എടുത്തു പറയുകയാണ്, അങ്ങനെയല്ല. ഒരു പാപിയെ ന്യായവിധിക്കണം, ഒരു പുറജാതിക്കാരനെ ന്യായവിധിക്കുമ്പോൾ നിങ്ങളെ ന്യായവിധിക്കുന്ന നീതിയുള്ള ദൈവം, അല്ലെങ്കിൽ ദൈവത്തിന് വിധിക്കാൻ ഒക്കത്തില്ല. ദൈവം എങ്ങനെ ലോകത്തെ വിധിക്കും? ദൈവത്തിന്റെ വിധി സത്യാനുസരണമാണ്, നീതിയുള്ളതാണ് എന്ന് എടുത്തു പറയുകയാണ്. അവർ പറഞ്ഞ വാക്ക് കണ്ടില്ലേ, നമ്മുടെ സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല. ഗലാത്യലേഖനം 3:10 നോക്കിയേ. ഗലാത്യലേഖനം 3:10, എന്നാൽ ന്യായപ്രമാണത്തിൽ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിന് കീഴാകും. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നു. ന്യായപ്രമാണം അവരാശ്രയിച്ചു. ന്യായപ്രമാണത്തിൽ ഒരു പ്രമാണം ലംഘിച്ചാൽ, യാക്കോബ് പറഞ്ഞു, എല്ലാ പ്രമാണങ്ങളും ലംഘിക്കുന്നു. ഇത് നമ്മൾ വായിക്കുമ്പോൾ യഹൂദന്റെ ഈ മനോഭാവം, ഞങ്ങള് ജാതികളെ പോലെ പുറജാതികളെ പോലെ പാപം ചെയ്യുന്നവരല്ല, അല്ലെങ്കിൽ ഞങ്ങള് അങ്ങനെയുള്ള പാപികളല്ല എന്നൊരു മനോഭാവം, അവരുടെ ആന്തരിക ആത്മാവിൽ അവർക്കുള്ള മനോഭാവം, അത് പൗലോസ് ഇവിടെ തട്ടി ഉണർത്തി പറയുകയാണ്. ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുള്ളതാണെന്ന് 8-ാം വാക്യത്തിന്റെ അവസാനത്തിൽ പറയുക. 9-ാം വാക്യം നോക്കട്ടെ. ആകയാൽ എന്ത്? നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. നമുക്ക് പ്രത്യേകിച്ച് പ്രിവിലേജ് ഉണ്ടോ? ഇല്ല. നമുക്ക് പ്രത്യേക ശിക്ഷാവിധി ഇല്ലാത്ത ഒരു കാലമുണ്ടോ? ഇല്ല. നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. അടുത്ത പൗലോസ് പറയുന്നത് നോക്കിയേ, യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിനും കീഴാകുന്നു എന്ന് മുമ്പേ തെളിയിച്ചുവല്ലോ. എന്റെ സഹോദരന്മാരെ, പൗലോസ് ഇതുവരെ ഒരു കോടതിയിൽ ആളുകളെ കൊണ്ടു നിർത്തി അവരോടുള്ള ബന്ധത്തിൽ അവരുടെ പാപങ്ങളെ അപഗ്രഥിച്ചപ്പോൾ അവസാനമായി നമ്മൾ കണ്ടത് യഹൂദനെ കുറിച്ചാണ്. അവന് മനസ്സിൽ അങ്കുരിച്ച പല ചോദ്യങ്ങൾ. അവർക്ക് പ്രത്യേക പദവിയുണ്ട്. ഞങ്ങൾ സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളെ പോലെയുള്ളവരല്ല. ഞങ്ങൾക്ക് പ്രത്യേക പദവിയുണ്ട്. ഞങ്ങൾ പരിശോധന ഏറ്റവനാണ്. ഞങ്ങൾക്ക് ആനുകൂല്യമുണ്ട്. ഞങ്ങൾക്ക് ശിക്ഷയില്ല എന്നവർ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ശിക്ഷാവിധി സത്യാനുസരണമാണ്. അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? യഹൂദനെ ശിക്ഷിക്കാതെ ജാതികളെ മാത്രം ദൈവം എങ്ങനെ ശിക്ഷിക്കും? ജാതികളെ ശിക്ഷിക്കുന്ന ദൈവം യഹൂദനെയും ശിക്ഷിക്കും. ദൈവത്തിന്റെ വിധി സത്യാനുസരണമാണ്. ഇവിടെ പൗലോസ് പറയുകയാണ്, എന്താ നമ്മുടെ പ്രത്യേകത? ഒരു പ്രത്യേകതയുമില്ല. ആകയാൽ എന്ത്? നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് മുമ്പേ തെളിയിച്ചു. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവർ ന്യായപ്രമാണമില്ലാതെ നശിച്ചു പോകും. നമ്മള് അത് 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, ന്യായപ്രമാണം ഇല്ലാത്ത പാപം ചെയ്തവർ, അവിടെ തന്നെ പറയുന്നുണ്ട് ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവർ. അപ്പൊ ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരും ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരും, ഈ രണ്ടു കൂട്ടരെയും 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവർ ആരാ? യഹൂദനാണ്.
അവന് വരുന്ന ശിക്ഷാവിധി സത്യാനുസൃതമാണ്. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരുണ്ട്, അവർക്കും വരുന്ന ശിക്ഷാവിധി ദൈവത്തിന്റെ സത്യാനുസൃതമാണ്. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർ, ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവർ. ഇവിടെ നമ്മൾ കണ്ടു, നമ്മൾ തെളിയിച്ചു. പൗലോസ് പറയുകയാണ്, തെളിയിച്ചല്ലോ, യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന്റെ കീഴിലാണ്. സർവ്വലോകത്തെയും അടച്ച് പറയുകയാണ്. ഞാന് അടുത്ത ഭാഗത്തിന്റെ ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞു നിർത്താം. നമ്മള് ഇനിയും പൗലോസ് കൊണ്ടുവരുന്നത് നോക്കിയാട്ടെ, 10 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ, 10 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് അല്പം ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കണം. 14 horrible things about all men. സകല മനുഷ്യരെ സംബന്ധിച്ചുള്ള 14 ഭയാനകമായ ഭീകര കാര്യങ്ങൾ. ഈ 14 കാര്യങ്ങളും എടുത്തു പറയുന്നത് പഴയ നിയമത്തിൽ നിന്നാണ്. ഇവിടെ പറയുന്നതെല്ലാം പഴയ നിയമത്തിൽ നിന്നുള്ള കോട്ടിങ്. പൗലോസ് പറയുകയാണ്, പഴയ നിയമത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, പൗലോസ് അതെടുത്ത് പുതിയ നിയമത്തിൽ ഇവിടെ കോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. 14 horrible things about all men. എല്ലാ മനുഷ്യരും പാപത്തിന് കീഴിലാണ്. ആ എല്ലാ മനുഷ്യരുടെയും ഭയാനകമായ കാര്യങ്ങളെ ഈ 10 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളിൽ പറയും. എന്നാൽ ഈ 10 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളെ 3ആയി തിരിക്കണം. എനിക്ക് ഏറ്റവും മനോഹരമായി തോന്നിയത് 10 തൊട്ട് 12 വരെ 2 വാക്യം God is speaking as a judge. ദൈവം ഒരു ന്യായാധിപതിയായി പറയും. 13ഉം 14ഉം വാക്യം ദൈവം ഒരു ഫിസിഷ്യൻ, ഒരു ഡോക്ടറായിട്ട് സംസാരിക്കുന്നു. 15 തൊട്ട് 18 വരെ God is a divine historian, ഒരു ചരിത്രകാരനായിട്ട് പറയും. 3 വിധത്തിൽ ദൈവം മനുഷ്യവർഗത്തെ കുറിച്ചുള്ള ഭയങ്കരമായ 14 കൂട്ടം കാര്യങ്ങൾ എടുത്ത് പറയുകയാണ്. ആദ്യം ദൈവം ഒരു ന്യായാധിപതിയായി, ആദ്യത്തെ 2 വാക്യം. പിന്നീട് 13ഉം 14ഉം വാക്യത്തിൽ ഒരു ഫിസിഷ്യൻ. ഓക്കെ, 13ഉം 14ഉം വാക്യത്തില് അവരുടെ തൊണ്ട, ഒരു ഡോക്ടർ സാധാരണ രോഗി എന്നാ വാ പൊളിക്കാൻ പറയും, നാക്ക് നീട്ടാൻ പറയും, വായൊക്കെ നോക്കും. ഇവിടെ ദൈവം അതുപോലെ മനുഷ്യന്റെ വാ നോക്കുകയാണ്, അവന്റെ തൊണ്ട നോക്കുകയാണ്. 3ാമത് അതിന്റെ 15 തൊട്ട് 18 വരെയുള്ള വാക്യം, ദാറ്റ് ഈസ് എ എപ്പിറ്റോം ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിന്റെ രക്തചുരുക്കം. ഈസ് എ ഡിവൈൻ ഹിസ്റ്റോറിയൻ. അപ്പോൾ ഈ ഭാഗം നോക്കിയാട്ടെ, 10 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളിൽ 14 ഹൊറിബിൾ തിങ്സ്, മനുഷ്യവർഗത്തിന്റെ, എല്ലാ മനുഷ്യവർഗത്തിന്റെ മേലുള്ള 14 ഹൊറിബിൾ തിങ്സ് ദൈവം പറയുമ്പോൾ 10 തൊട്ട് 12 വരെ ഗോഡ് ഈസ് ആസ് എ ജഡ്ജ്, ദൈവം ഒരു ന്യായാധിപതിയായി. 13ഉം 14ഉം വാക്യം ഗോഡ് ഈസ് ആസ് എ ഫിസിഷ്യൻ, ഒരു വൈദ്യനായി, ഒരു ഡോക്ടറായിട്ട് ദൈവം ഇടപെടുന്നു. 13 തൊട്ട് 14 വരെ. എന്നിട്ട് അതിന്റെ റിസൾട്ട് പറയുന്നു. 15 തൊട്ട് 18 വരെയുള്ള വാക്യം ഗോഡ് ആസ് എ ഡിവൈൻ ഹിസ്റ്റോറിയൻ, ഒരു ചരിത്രകാരനായിട്ട് പറയുന്നു. നമുക്ക് ആദ്യത്തേതൊന്ന് നോക്കാം. ഞാൻ ഓർപ്പിച്ചു, ഇവിടെ പറയുന്ന ഭാഗങ്ങളൊക്കെ ഇറ്റ് ഈസ് എ കോട്ടിംഗ് ഫ്രം ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്. പഴയ നിയമത്തിൽ നിന്ന് എടുത്ത് കോട്ട് ചെയ്യുന്നതാണ് ഇവിടെ പൗലോസ് പറയുന്ന ഭാഗങ്ങൾ എന്നുള്ളത് മറക്കുവാനായിട്ട് പാടില്ല. ഇത് പൗലോസ് കോട്ട് ചെയ്യുക. ആ കോട്ട് ചെയ്യുമ്പോൾ ആദ്യം God charges against man's character. മനുഷ്യ സ്വഭാവത്തിനെതിരായിട്ട് നോക്കാട്ടെ, നീതിമാൻ ആരുമില്ല. 10 തൊട്ട് 12 വരെയുള്ള വാക്യം നമുക്ക് നോക്കാം. God as a judge. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കുളരാത്തായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലും. ഇത് കോട്ട് ചെയ്തിരിക്കുന്നത് 6 കൂട്ടം കാര്യങ്ങളാണ് ഇവിടെ എടുത്ത് പറയുന്നത്. സങ്കീർത്തനം 14 എടുത്തേ. സങ്കീർത്തനങ്ങൾ 14. സങ്കീർത്തനങ്ങൾ 14 നിന്ന് ആദ്യത്തെ സങ്കീർത്തനം 14. അതിന്റെ ആദ്യത്തെ 3 വാക്യം നോക്കിക്കാട്ടെ.
ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയും. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിച്ച് നന്മ ചെയ്യുന്നതും ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുമ്പോൾ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരാത്തവരായി. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നമ്മളിപ്പോ വായിച്ച ഭാഗം കണ്ടോ? എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അതിന്റെ 3:10 നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. 2-ാം വാക്യത്തില് സങ്കീർത്തനം 14:2 ദൈവത്തെ അന്വേഷിക്കുന്നവരില്ല, ബുദ്ധിമാന്മാരുണ്ടോ എന്ന് നോക്കാൻ ദൈവം നോക്കുന്നു. ഇവിടെ പറയുന്നു നോക്കിയേ, ദൈവത്തെ അന്വേഷിക്കുന്നവരുമില്ല. സങ്കീർത്തനം 53 എടുത്താട്ടെ. ഞാൻ പറഞ്ഞു ഈ ഭാഗങ്ങളെല്ലാം പഴയ നിയമത്തിൽ നിന്നുള്ള കോട്ടിങ്ങാണ്. സങ്കീർത്തനം 53 ആദ്യത്തെ 3 വാക്യം. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവരില്ല, ഒരുത്തൻ പോലും. സഹോദരന്മാരെ, ഇവിടെ നോക്കിയേ, ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. നമ്മൾ സാധാരണ വായിക്കുന്നത് The fool says in his heart there is no God. The fool says in his heart there is no God. There is എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇറ്റാലിക്സിലാണ്, ചരിഞ്ഞ അക്ഷരമാണ്. ഇറ്റാലിക്സിൽ ഇട്ടിരിക്കുന്നതിന്റെ കാരണം ഒറിജിനൽ ലാംഗ്വേജിൽ ഇല്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നതാണ്. ആ ഇറ്റാലിക്സ് എടുത്തിട്ടൊന്ന് വായിച്ചു നോക്കിയേ. The fool says in his heart no God. ദൈവത്തോട് നോ എന്ന് പറയും. നമുക്കൊന്നുകൂടെ തിരിച്ചു വരാം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. സങ്കീർത്തനങ്ങൾ 14 നിന്നും സങ്കീർത്തനം 53 നിന്നുമുള്ള കോട്ടിംഗ് ആണ്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളൊരു കാര്യം, സകല പാപത്തിന്റെയും കാരണം, ഞാൻ അതുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം, സമയം കടന്നുപോയി. സകല പാപത്തിന്റെയും കാരണം ഈ 2 ഭാഗത്തും നമ്മൾ കണ്ടു, ദൈവത്തെ അന്വേഷിക്കുന്നവരില്ല. ദൈവമില്ല എന്ന് മൂഢൻ പറയുന്നു, നോ ഗോഡ്. സകല പാപത്തിന്റെയും കാരണം ദൈവഭയമില്ലാത്ത. ഇവിടെ പറയുന്ന ഈ 14 കൂട്ടം കാര്യത്തിന്റെയും കാരണം അവരുടെ മനസ്സിൽ ദൈവഭയമില്ലേ. നമുക്ക് 2 വാക്യം ഒന്ന് വായിക്കാം. സദൃശവാക്യം എടുത്താട്ടെ. സദൃശവാക്യം 8:13. സദൃശവാക്യം 8:13. യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുമാറാക്കുന്നു. യഹോവ ഭക്തി. യഹോവ ഭക്തി എന്നുള്ളത് നമ്മൾ ഓർക്കണം, അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ ദ ഫിയർ ഓഫ് ദ ലോർഡ്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. ഇവിടെ വായിക്കുന്നത് കണ്ടോ, യഹോവ ഭക്തി, ദ ഫിയർ ഓഫ് ദ ലോർഡ് ദോഷത്തെ വെറുക്കുമാറാക്കുന്നു. വേറൊരു വാക്യം 14 സദൃശവാക്യം തന്നെ 14 27 വാക്യം നോക്കിയാട്ടെ. 27 വാക്യം. യഹോവ ഭക്തി ജീവന്റെ ഉറവാകും. ഫിയർ ഓഫ് ഗോഡ് ഈസ് ദ ഫൗണ്ടൻ ഓഫ് ലൈഫ്. അപ്പൊ ദൈവഭയമില്ലാത്ത മനുഷ്യനാണ് അഭക്തൻ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം നോക്കുന്നു. ദൈവമില്ല എന്നവർ ഹൃദയത്തിൽ പറയുന്നു, എന്നിട്ട് അവർ വഷളന്മാരായി നടക്കുന്നു. ദൈവഭയമുണ്ടോ? പാപം ചെയ്യാൻ നമ്മൾ മടിക്കും. ദൈവഭയമുണ്ടോ? പാപത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒളിച്ചോടും. ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യൻ പാപം ചെയ്യാൻ ഭയപ്പെടും. ഇവിടെ പറയുന്ന 14 കൂട്ടം കാര്യങ്ങളും, ഹൊറബിൾ തിങ്സ് ഓഫ് മാൻ, 14 തിങ്സ് അബൌട്ട് മാൻ. ഈ 14 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇത് പഴയ നിയമത്തിൽ നിന്ന് എടുത്ത് കോട്ട് ചെയ്തിരിക്കുക. ആ കോട്ടിങ് എടുത്ത് നമ്മൾ വായിച്ചപ്പോൾ സങ്കീർത്തനം 14 ആദ്യത്തെ 3 വാക്യവും സങ്കീർത്തനം 53 ആദ്യത്തെ 3 വാക്യവും എടുത്ത് നോക്കുമ്പോൾ
നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ദൈവഭയമില്ലാത്തത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം സകല പാപത്തിന്റെയും അടിത്തറയെന്ന് പറയുന്നത് there is no fear of God. ദൈവം എന്ന് വെച്ചാൽ തുടർന്ന് നമുക്ക് പഠിക്കാം. നമ്മൾ ഇനിയും ആ രക്ഷയെക്കുറിച്ചുള്ള വിഷയത്തിലേക്ക് വരികയാണ്. അതിനു മുമ്പ് ഈ പറഞ്ഞിരിക്കുന്ന 14 കൂട്ടം കാര്യങ്ങൾ കൂടെ ഒന്ന് പെട്ടെന്ന് നോക്കി നമുക്ക് ആ രക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മളെ സഹായിക്കും. എത്ര വ്യക്തമായി ദൈവത്തിന്റെ ന്യായവിധി സത്യാനുസരണമാണ്, നീതിയോടെയാണ്. ദൈവം ലോകത്തെ ന്യായം വിധിക്കുന്ന നീതിയിലായിരിക്കും. യഹൂദനെയും യവനനെയും ഒരുപോലെ ദൈവം ന്യായം വിധിക്കുമ്പോൾ യഹൂദന് പ്രത്യേകത ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായി എടുത്ത് കാണിക്കുക. ദൈവം നമ്മളെ സഹായിക്കട്ടെ. വളരെ ഭയത്തോടെ ജീവിക്കാം. The fear of Lord is the beginning of wisdom. Fear of God. നമ്മൾ കണ്ടു 2 വാക്യം. ദൈവഭയം നമ്മളെ പാപത്തിൽ നിന്നാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവഭയമില്ലാത്ത മനുഷ്യൻ ഭയങ്കര പാപം ചെയ്യുന്നവനായി മാറും. അവന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.